കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിന്റെ പുതിയ ഗവർണറായി നിയമിച്ച കേന്ദ്ര സർക്കാർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനാണ് പകരം കേരള ഗവർണർ പദവി നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായിയും RSS പശ്ചാത്തലവുമുള്ള രാജേന്ദ്ര വിശ്വനാഥ് നേരത്തെ അലേക്കർ ഗോവ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയെ മണിപ്പൂർ ഗവർണറായും മുൻ കരസേനാ മേധാവിയും മുൻ കേന്ദ്രമന്ത്രിയുമായ VK സിംഗിനെ പുതിയ മിസോറാം ഗവർണറായും നിയമിച്ചിട്ടുണ്ട്. ഒഡീഷ ഗവർണർ രഘുബർ ദാസിന്റെ രാജി അംഗീകരിച്ച രാഷ്ട്രപതി മിസോറാം ഗവർണറായിരുന്ന ഡോക്ടർ ഹരിബാബു കമ്പംപതിയെ ഒഡീഷ ഗവർണറായും നിയമിച്ച് ഉത്തരവിറക്കി. 2019 സെപ്റ്റംബർ 6-ന് കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയിരുന്നു. പദവിയിലുണ്ടായിരുന്ന 5 വർഷവും സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിനെതിരെ രാജ്യസഭയിൽ പത്രസമ്മേളനം വിളിക്കുന്ന അപൂർവ നിമിഷത്തിനും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലയളവ് സാക്ഷ്യം വഹിച്ചു. ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കുട്ടിക്കാലം മുതൽ തന്നെ RSS പ്രവർത്തകനാണ്. 1989-ൽ BJPയിൽ ചേർന്ന അദ്ദേഹം 90 മുതൽ സംസ്ഥാനത്തെ BJPയിലെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളായി വളർന്നു. 2015-ൽ വനം പരിസ്ഥിതി മന്ത്രിയായും ചുമതലയേറ്റ അദ്ദേഹം ഗോവ നിയമസഭയെ ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത നിയമസഭയാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഭരണാധികാരിയാണ്. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ഗോവയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ അർലേക്കറിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ നറുക്കുവീണത് ലക്ഷ്മികാന്ത് പർസേക്കറിനായിരുന്നു. 2021 ജൂലൈ 7-നാണ് ഹിമാചൽ പ്രദേശ് ഗവർണറായി അദ്ദേഹത്തെ രാഷ്ട്രപതി നിയമിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തെ ബീഹാറിലേക്ക് മാറ്റി. 2015-ൽ മന്ത്രിസഭാ പുനഃസംഘടനാ വേളയിൽ അദ്ദേഹം പരിസ്ഥിതി വനം മന്ത്രിയായി. 2021 ജൂലൈ 6-ന് ബന്ദാരി ദത്താത്രേയയെ ഹരിയാന ഗവർണറായി നിയമിച്ചപ്പോൾ അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഗവർണറായി. തുടർന്ന് ബീഹാറിന്റെ 29ാമത് ഗവർണറായി. ഗോവയിലെ BJPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട പദവികൾ അർലേക്കർ വഹിച്ചിട്ടുണ്ട്. ഗോവ വ്യാവസായിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവയിലെ BJP ജനറൽ സെക്രട്ടറി, സൗത്ത് ഗോവയിലെ BJP പ്രസിഡന്റ് എന്നീ പദവികളും അർലേക്കർ വഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP കേന്ദ്ര നേതൃത്വവുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അർലേക്കർ. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് അർലേക്കർ നടത്തിയ പരാമർശം വൻ വിവാദമായിരുന്നു. സത്യാഗ്രഹം നടത്തിയതുകൊണ്ടോ പടച്ചട്ടകൾ കൊണ്ടോ അല്ല ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടത്, സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിൽ തോക്കും ആയുധങ്ങളും കണ്ടപ്പോഴാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കേരള ഗവർണറായി 5 വർഷം തികച്ച ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോകുന്നത്. കേരള സർക്കാരുമായി പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. പലപ്പോഴും പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കടുത്ത RSS പശ്ചാത്തലമുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കേരള ഗവർണറായി നിയമിച്ചതിൽ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന വിലയിരുത്തലും ശക്തമാണ്.